ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീടുകളിൽ എപ്പോഴും അവൈലബിളായ 3 സാധനങ്ങൾ ചേർത്ത് ഒരു അവിയലാണ് ഇന്നത്തെ റെസിപ്പി. അവിയൽ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി അവിയലാണ്. പച്ചക്കശുവണ്ടി, മുരിങ്ങയ്ക്ക, മുട്ട ഇതൊക്കെ ചേർത്തിട്ട് പണ്ട് നമ്മൾ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പം മുത്തശ്ശി അമ്മയൊക്കെ അവർക്ക് കൊടുക്കാനായിട്ട് റിച്ചായിട്ടുണ്ടാക്കുന്ന അവിയൽ. ഇന്നത്തെ അവിയലിൽ പച്ചക്കശുവണ്ടി മിസ്സായിട്ടുണ്ട്. അതിന് പകരം ഞാൻ ഉണക്ക കശുവണ്ടി വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. തങ്കംസ് ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുരിങ്ങയ്ക്കയാണ്. ഈ മുരിങ്ങയ്ക്ക ഒരു വലിയ മുരിങ്ങയ്ക്ക ആയതുകൊണ്ട് ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അതൊന്ന് കീറി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് ആ പൾപ്പ് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പം വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും അത് വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയല്ല. അതുകൊണ്ട് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. എന്നിട്ട് എല്ലാം ഇതുപോലെ എടുത്തിട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് മുറിച്ചിടുക. വലിയ കഷ്ണങ്ങളാക്കി ഇടുന്നതിനേക്കാളും നല്ലത് ചെറിയ കഷ്ണങ്ങളാക്കി ഇടുന്നതാണ്. ഇനി അത് നമുക്ക് ഒരു പാനിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ഇടുന്നുണ്ട്. ഞാനിപ്പോൾ നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഒരു മുളക് മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. ഇതിലേക്ക് വേകുന്ന സമയം കൊണ്ട് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, 2 അല്ലി വെളുത്തുള്ളി, ഒരു 2-3 അല്ലി ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ മുറി തേങ്ങയുടെ ഒരു മുറി തേങ്ങ, അല്പം ഉപ്പ്, 1/4 ഗ്ലാസ് വെള്ളം. ഇതെല്ലാം കൂടെ ഒന്ന് സാധാരണ അവിയലിന് അരയ്ക്കുന്നതിനേക്കാളും അല്പം കൂടെ ഒരു 2 പൾസ് കൂടെ കൂടുതലൊന്ന് അരച്ചെടുക്കുക. വേകാൻ വെച്ചിരുന്ന മുരിങ്ങയ്ക്ക കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചത് അതിലേക്ക് ചേർക്കാം. 1/2 ഗ്ലാസ് വെള്ളത്തിൽ ജാറ് കഴുകി അതുകൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 കശുവണ്ടി പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പച്ച കശുവണ്ടി തന്നെ ഇതിൽ ചേർക്കണം. അങ്ങനെയുള്ള പച്ച കശുവണ്ടി ചേർത്ത് ഈ കറി ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. എൻ്റെ അമ്മ വീട്ടിൽ മത്സ്യവും മാംസവും ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് മിക്കവാറും ഉണ്ടാക്കിയിരുന്ന ഒരു കറിയാണിത്. മുത്തശ്ശി വെച്ച മുട്ടയവിലിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിൽ തന്നെയുണ്ട്. എൻ്റെ അമ്മയുടെയും ഒരു ഇഷ്ടപ്പെട്ട ഒരു കറിയാണിത്. ഒരു 20 കശുവണ്ടിയെങ്കിലും അവർ അതിനകത്ത് ചേർത്തിരിക്കും. അതുപോലെ തന്നെ അത് പച്ച കശുവണ്ടി തന്നെ ചേർക്കുള്ളൂ. ഇങ്ങനെ അവർ ചെയ്യാറേ ഇല്ല. പിന്നെ മുട്ട ഒരു 5-6 മുട്ടയും ഉപയോഗിക്കാറുണ്ട്. അപ്പം നമ്മളിതെല്ലാം കൂടെ ചേർത്ത് ഉപ്പും ഒക്കെ കറക്റ്റ് എല്ലാം നോക്കി അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ തേങ്ങ അരച്ചതും കശുവണ്ടി എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു 2 മുട്ടയാണ് സ്ലൈസ് ചെയ്ത് ചേർക്കുന്നത്. നിങ്ങൾക്ക് മുട്ട എത്ര വേണമെങ്കിലും ചേർക്കാം. അതുപോലെ തന്നെ അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു റൗണ്ട് ഷേപ്പിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. സ്ക്വയറായിട്ടോ നീളത്തിലോ ഒക്കെ അരിഞ്ഞെടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കി കഷ്ണങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒന്ന് സ്പാച്ചിൽ കൊണ്ടൊന്ന് തട്ടിപ്പൊത്തിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുമ്പോൾ ആ മുട്ടയിലേക്ക് ആ അവിയലിൻ്റെ ഉപ്പും എരിവെല്ലാം അതിലേക്ക് പിടിച്ചു കിട്ടും. അപ്പോൾ നമ്മുടെ അടിപൊളി മുട്ട അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് കടുക് താളിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ആ മുട്ടയുടെ ടേസ്റ്റ് എല്ലായിടത്തും ഒരുപോലെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്നുകൂടി ഒന്ന് ഇളക്കുന്നത്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ കടുക് താളിച്ചൊഴിക്കാം. ഞാനൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അല്പം കടുക് താളിച്ച് കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും നല്ലത്. ചപ്പാത്തിക്കും ഉപയോഗിക്കാം. നിങ്ങൾ ഈ മുട്ടയവിയൽ ഉണ്ടാക്കുമ്പോൾ ഉറപ്പായും വെളുത്തുള്ളി അരച്ച് തന്നെ ചെയ്ത് നോക്കുക. അങ്ങനെ അരയ്ക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.